ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ പറഞ്ഞത് എന്താ, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് 2 or more years ഫോർ കംപ്ലീഷൻ ആണ് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് പ്രോഫിറ്റ് അസർടൈൻമെൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഈസ് ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റുകളുടെ അക്കൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ അല്ലേ. അതായത് ഇപ്പോൾ 2-3 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വർഷവും ഇയർ എൻഡിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് കോൾഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ. അപ്പോൾ എന്താണ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റ് ആണ് ഏതോട്ട് ഉദ്ദേശിക്കുന്നത്. അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ട്ലി കംപ്ലീറ്റഡ് എന്നോ അല്ലെങ്കിൽ വർക്ക് ഈസ് പ്രോഗ്രസിങ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മളെവിടെ ക്രെഡിറ്റ് ചെയ്യും, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കണം. നമ്മൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് പ്രൈസ് ആണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്തത്, ക്രെഡിറ്റ് ചെയ്തതെങ്കിൽ നമ്മളിവിടെ എന്താണ്, വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 2 കമ്പണൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ വർക്ക് സർട്ടിഫൈഡും രണ്ടാമത്തെ എന്താണ്, വർക്ക് അൺസർട്ടിഫൈഡുമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയണം വാട്ട് ഈസ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വാട്ട് ഈസ് വർക്ക് അൺസർട്ടിഫൈഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് വർക്ക് കംപ്ലീറ്റ് ആയി എന്നിട്ട് ആർക്കിടെക്റ്റോ സർവയറോ എന്ത് ചെയ്യാണ്, വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിംഗ് ദ സെയിൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റ് അല്ലേ. അതായത് വർക്ക് ഫിനിഷ് ചെയ്തു, അത് സർട്ടിഫൈ ചെയ്തതാണെങ്കിൽ ആര് സർട്ടിഫൈ ചെയ്യണം, ആർക്കിടെക്റ്റോ സർവയറോ ആണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് പോർഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വർക്ക് സർട്ടിഫൈഡ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വർക്ക് സർട്ടിഫൈഡിൻ്റെ ബേസിലാണ് നമ്മൾ കോൺട്രാക്ടർക്ക് എന്ത് കൊടുക്കാറുള്ളത്, അഡ്വാൻസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്ററിം പേയ്മെൻറ്റുകൾ കോൺട്രാക്റ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വർക്ക് സർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, വർക്ക് വിച്ച് ഹാസ് ബീൻ ഡൺ അല്ലെ, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് സർട്ടിഫൈഡ് ബൈ ദി സർവയർ ഓർ ആർക്കിടെക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വർക്ക് അൺസർട്ടിഫൈഡ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഒരു ഐറ്റമാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൽ 2 കമ്പണൻസ് ആണ് വരുന്നത്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ഇനി പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സെഗ്മെൻ്റാണ് ഇതെന്ന് പറയുന്നത് ഈ റിട്ടൻഷൻ മണി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇറ്റ് ഷാൾ നോട്ട് ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി അല്ലേ. നമ്മൾ മൊത്തത്തിൽ ഒറ്റയടിക്ക് ആര് കൊടുക്കാറില്ല, കോൺട്രാക്റ്റ് കൊടുക്കാറില്ല. സെർട്ടൻ പെർസെൻറ്റേജ് അല്ലേ, അതിൻ്റെ ഒരു സ്മോൾ പെർസെൻറ്റേജ് ആര് പിടിച്ചു വയ്ക്കും, നമ്മളുടെ കോൺട്രാക്റ്റി. അതെ, ആരാണോ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്, ദ പേഴ്സൺ ഹൂ ഗിവ്സ് ദ കോൺട്രാക്ട് അല്ലേ, അയാൾ എന്ത് ചെയ്യും, പിടിച്ചു വയ്ക്കും, വിത്ത് ഹെൽഡ് ചെയ്യും. ഏതുവരെ, ടിൽ ദി കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് അല്ലേ. ദെൻ ഇതെന്തിനാണ് റിട്ടൈൻ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ കോൺട്രാക്ടർ ഏതെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ടുകൾ വരുത്തുകയാണെങ്കിൽ, അതായത് ഡീഫോൾട്ട് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണെങ്കിൽ നമ്മളുടെ കോൺട്രാക്റ്റിക്ക് എന്തിനു വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് റിട്ടൈൻ ചെയ്യുന്നത്, നമ്മളുടെ റിട്ടൻഷൻ മണി കോൺട്രാക്റ്റ് വിത്ത് ഹെൽഡ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതെപ്പോൾ കൊടുക്കും, ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട് അല്ലേ. ദെൻ എന്താണ്, ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം ആര് കൊടുക്കും, കോൺട്രാക്ടർക്ക് കൊടുക്കും. ഇനി
ഇനി പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റാണ് അല്ലേ. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഇസ് എ റിയൽ പ്രോഫിറ്റാണ് അല്ലേ, അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റാണ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാത്ത കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? നോഷണൽ പ്രോഫിറ്റ് അല്ലേ. ദ പ്രോഫിറ്റ് ഓൺ ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഈസ് ഓൾസോ കോൾഡ് ഈസ് കോൾഡ് നാഷണൽ പ്രോഫിറ്റ് അല്ലേ. ഇതിനെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ആക്ച്വൽ പ്രോഫിറ്റ്. കാരണം എന്താണ്? ഒരുപാട് വർക്ക് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് വരാം? ലൂസ് വരാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ടിൽ ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ എന്താ പറയുക? നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയാം. ഇനി ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ മാച്ച് ചെയ്ത് നോക്കി നമ്മളുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിലാണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക അല്ലേ. ഡെബിറ്റിൽ നമ്മൾ ഫുൾ എന്താ എഴുതുന്നത്? എക്സ്പെൻസസ് ആണ് എഴുതുന്നത്. ക്രെഡിറ്റിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇൻകംസും അല്ലെങ്കിൽ ഇൻകംസ് എഴുതുന്നത് ക്രെഡിറ്റിൽ. അപ്പോൾ ക്രെഡിറ്റ് കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മളുടെ നോഷണൽ പ്രോഫിറ്റ് വരുന്നത് അല്ലേ. അതർവൈസ് അതെന്തായിരിക്കും? നോഷണൽ ലോസ് ആയിരിക്കും. ഇനി ഈ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ഒരു 13% എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലേ. എന്താ കണ്ടോ? എ റീസണബിൾ പോർഷൻ ഓഫ് ദി പ്രൊപ്പോർഷൻ ഓഫ് നോഷണൽ പ്രോഫിറ്റ് ദറ്റ് ഈ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ വേണം. എന്തിൻ്റെ ബേസിലാണ് ഇത് നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരില്ല. പക്ഷേ തന്നിട്ടുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് അസസ് ചെയ്യാൻ. അതിന് 3 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഇത് ക്വസ്റ്റ്യനിൽ തരില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ട. അതായത് കോൺട്രാക്റ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ, ഇഫ് ദ കോൺട്രാക്റ്റ് കംപ്ലീറ്റഡ് ഈസ് 1/4 ഓർ ലെസ് ദാൻ 1/4 അല്ലേ. അതായത് കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 1/4 അല്ലെങ്കിൽ 1/4 താഴെയോ ആണെങ്കിൽ, ദാറ്റ് ഈസ് 25% ഓർ ലെസ് ദാൻ 25% ആണ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റൂളാണ് ഒന്നാമത് പറയുന്നത്. എന്താ പറയുന്നത്? നോഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അല്ലേ. നോഷണൽ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. എവിടെ വെച്ചാൽ മതി? വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇടേണ്ടത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ജസ്റ്റ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എന്ത് ചെയ്തിട്ടില്ല? 25% വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് 1/4 25% ഓർ ലെസ് ദാൻ 25% ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ദ കോൺട്രാക്ട് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1/4 അല്ലേ. ഒന്നാമത്തേൻ്റെ അടുത്ത സ്റ്റേജാണ് പറയുന്നത്. ഇവിടെ ലെസ് ദാൻ 1/4 ആണെങ്കിൽ രണ്ടാമത്തെ എന്താണ്? മോർ ദാൻ 1/4 ആണ്, ബട്ട് ലെസ് ദാൻ 1/2 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? മോർ ദാൻ ഇൻ ബിറ്റ്വീൻ എന്താണ്? 1/4 ആൻഡ് 1/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/3 ഓഫ് ദി നോഷണൽ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഷുഡ് ബി ടേക്കൺ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ 1/4 കൂടുതലാണ്, പക്ഷെ 1/2 എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ള ഇക്വേഷനാണ് നമ്മളെങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക? ആ സംഖ്യ അതിൻ്റെ പ്രപ്പോർഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എന്തിൻ്റെയാണ് നമ്മൾ പ്രപ്പോർഷൻ കാണുന്നത്? നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എടുത്തു, ഇൻറ്റു പ്രപ്പോർഷൻ എത്രയാണ്? 1/3 ആണ്, ഇൻറ്റു എന്തിൻ്റെയാണ് നമ്മൾ വയ്ക്കുന്നത്? ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ് അല്ലേ. ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഉണ്ടാവുമല്ലോ. ഈ പ്രപ്പോർഷൻ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിൻ്റെ ബാലൻസ്, അതായത് ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ ബാക്കി 1/3 ശേഷമുള്ള ഭാഗം നമ്മൾ എവിടെ തന്നെയാണ് വെക്കുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് എഴുതും. ഇനി അതായത് നോഷണൽ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടും ബാക്കി പോർഷൻ എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് ആയിട്ടുമാണ് പോകുന്നത്. ഇനി മൂന്നാമത്തെ
റൂളാണ്. എന്താണ്? കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഈസ് 1/2 ഓർ മോർ ദാൻ 1/2 ആണെങ്കിൽ, അല്ലെ 1/2ഓ 1/2ന് 1/2ഓ 1/2ന് കൂടുതലോ ആണെങ്കിൽ നമ്മൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 2/3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എന്താണ്? ആ 1/2 1/3ക്ക് പകരം നമ്മളിവിടെ എന്തെഴുതുന്നു? 2/3 എഴുതുന്നു. ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ്, അല്ലേ? ബാലൻസ് നമ്മൾ എവിടെ തന്നെ വെക്കും? വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിൽ വെക്കും. ഇനി നമ്മൾ നോഷണൽ പ്രോഫിറ്റിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ലോസും വരാലോ. ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഷുഡ് ബി ഫുള്ളി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫുൾ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു തിയറി പോർഷനിൽ പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് കേട്ടോ. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ഇവിടെ എങ്ങനെയാണ്? എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ എഴുതും, അല്ലേ? അതായത് മെറ്റീരിയൽ, ലേബർ, പ്ലാന്റ് എങ്ങനെ എഴുതേണ്ടത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അതായത് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ്? പ്ലാന്റിൻ്റെ ഫുൾ വാല്യൂ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും, അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എങ്ങനെ എഴുതുക? പ്ലാന്റ് ലെസ് ഡിപ്രീസിയേഷൻ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എവിടെ വരും? ഡിപ്രീസിയേഷൻ്റെ ഇഫക്റ്റ്, ആ ഒരു ഡിഡക്റ്റ് ചെയ്ത ഇഫക്റ്റ് മാത്രമാണ് ഇതിനകത്ത് കയറുള്ളൂ. ഇനി ഓവർ ഹെഡ് എല്ലാ എക്സ്പെൻസസും നമ്മൾ ഏത് സൈഡിൽ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക, അല്ലേ? ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുക. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ഇനി മെറ്റീരിയൽസ് റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്, അല്ലേ? അത് എക്സ്പെൻസ് ആണ്. അത് തിരിച്ചു വരുമ്പോൾ ആ കോസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്തതിനെ നമ്മൾ ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇനി മെറ്റീരിയൽസ് ലൈയിങ് അറ്റ് സൈറ്റ്, അല്ലെ? സൈറ്റിൽ ബാക്കി കിടക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? അതൊക്കെ ഏതെന്ന് പോകണം? ഇതെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡെബിറ്റ് ചെയ്തതിനെ എടുത്തിട്ട് ഇവിടെ കൊടുന്ന് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി ബാലൻസ് ഈ നമ്മൾ എന്ത് ചെയ്യും? നോഷണൽ പ്രോഫിറ്റ് ആണ്. ഈ സൈഡാണ് കൂടുതലെങ്കിൽ എന്ത് നമ്മൾ പറയും? നോഷണൽ പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇനി എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞല്ലോ. ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞെഴുതുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് നമ്മൾ എവിടെ എഴുതും? വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവായിട്ട് എഴുതും. അപ്പോൾ ഇത്രയാണ് ഫോർമാറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രോബ്ലമാണ് നോക്കുന്നത് കേട്ടോ. അതായത് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാവാനാണ് ഈ ഒരു സിമ്പിൾ പ്രോബ്ലം എടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടിയ ഒറ്റ പ്രോബ്ലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്? ഇത് കോൺട്രാക്റ്റ് ലെഡ്ജർ, അല്ലെ? ഒരു കമ്പനിയുടെ തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. പിന്നെ അറ്റ് ദി സെയിം ടൈം നമ്മൾ ഈ ഫോർമാറ്റ് എങ്ങനെയാണോ ഉള്ളത് അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം? തറവായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ്? വർക്ക് ഇൻ പ്രോഗ്രസ്, മെറ്റീരിയൽ റിട്ടേൺ, മെറ്റീരിയൽ ലൈയിങ് അറ്റ് ദി സൈറ്റ്, പ്ലാന്റ്, അല്ലേ? പ്ലാന്റ് രണ്ട് സൈഡിലും എഴുതണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നോക്കി മെറ്റീരിയൽ, അല്ലേ? അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നോക്കുന്നു. മെറ്റീരിയൽ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, അല്ലേ? മെറ്റീരിയൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എടുത്തെഴുതുന്നു, അല്ലേ? അപ്പോൾ മെറ്റീരിയൽ എത്രയാണ്? 94,000 നമ്മൾ എവിടെ എഴുതുന്നു? ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ദെൻ അതിന് ശേഷം രണ്ടാമതായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്ലാന്റ് ആണ്, അല്ലേ? പ്ലാന്റ് 12,000 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്ലാന്റ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. പ്ലാന്റ് എഴുതുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ഫുൾ വാല്യൂ എഴുതണം. ക്രെഡിറ്റ്
ക്രെഡിറ്റ് സൈഡിൽ പ്ലാൻഡ് ലെസ് ഡിപ്രീസിയേഷൻ ആണ്. ഇത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം, തെറ്റരുത് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാൻഡ് എഴുതുന്നു. പ്ലാൻഡ് എത്രയാണ്? 12,000. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി അത് എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ എഴുതിയതിന് ശേഷമാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർഡറിൽ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനി മറന്നു പോകും എന്നുള്ള ആളുകളാണെങ്കിൽ ഒപ്പം തന്നെ പ്ലാൻഡ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് ഐറ്റംസ് എഴുതാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം എവിടെ കൊണ്ടുവന്ന് എഴുതുക, പ്ലാൻഡ് സൈറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതുക. എന്നിട്ട് വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. വേജസ് അല്ലേ, 1,03,000 വേജസ് ആണ്. വേജസ് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എടുത്തെഴുതും. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞാലും അതെന്താണ്? എക്സ്പെൻസ് ആണ്. അതും നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കൂ. മെറ്റീരിയൽ എഴുതി, ദെൻ അതേപോലെ തന്നെ പ്ലാൻഡ് എഴുതി, ദെൻ അതേപോലെ പിന്നെ എന്തെഴുതി? വേജസ് എഴുതി, ദെൻ അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസും എഴുതി. ദെൻ അതിന് ശേഷം നമ്മൾ പാരഗ്രാഫാണ് എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. കോൺട്രാക്റ്റ് കമൻസ് ചെയ്യുന്നു എന്നാണ് ജനുവരി 2025. ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh ആണ്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ്? 4 lakh ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. ഇനി എന്താണ്? ക്യാഷ് റിസീവ്ഡ്, ഈ കോൺട്രാക്റ്റിന് അഡ്വാൻസ് ക്യാഷ് റിസീവ് ചെയ്തത് എത്രയാണ്? 1,72,000 ആണ്. ഇനി ഇതെന്ന് പറയുന്നത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ് അല്ലേ. അപ്പം എന്താണ്? വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% എന്ന് പറയുന്നത് ഈ ക്യാഷ് റിസീവ്ഡ് ആയിട്ടുള്ള 1,72,000. ഇനി ആൻഡ് ദ റിമൈനിങ് 20% ബീങ് റീറ്റെയിൻഡ് അണ്ടിൽ കംപ്ലീഷൻ. നമ്മൾ പറഞ്ഞു റിട്ടൻഷൻ മണി ആയിട്ട് വർക്ക് കംപ്ലീറ്റഡിൻ്റെ വർക്ക് സർട്ടിഫൈഡിൻ്റെ പോർഷൻ മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഇതെന്ന് പറയുന്നത് ഈ 20% എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? വാസ് ₹4,500 അല്ലേ. അതായത് കയ്യിലുള്ള മെറ്റീരിയൽസ്, അതായത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള മെറ്റീരിയലാണ് ഏതെന്ന് പറയുന്നത്? ഈ 4,500 എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ്. അതായത് നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറയുന്നത് എന്താണ്? കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 10% ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ആൻസറിലോട്ടാണ് പോകുന്നത്. ആൻസറിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബാലൻസ് എക്സ്പെൻസസ് എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞെഴുതും? ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ പറഞ്ഞു വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ 2 കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. ഏതൊക്കെയാണ്? വർക്ക് സർട്ടിഫൈഡും രണ്ടാമത്തെ വർക്ക് അൺസർട്ടിഫൈഡുമാണ് അല്ലേ. ഈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹിൻ്റാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്താണ് ഹിൻ്റ് എന്ന് പറയുന്നത്? നമ്മളുടെ ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് നോക്കൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 1,72,000 റെപ്രസെൻറ്റിങ് 80% ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ 100% കാണാൻ വല്ല പ്രയാസമുണ്ടോ? എങ്ങനെ ചെയ്താൽ മതി? 1,72,000 എന്ന് പറയുന്നത് 80 ആണെങ്കിൽ 100% എത്ര? നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും അല്ലേ. എങ്ങനെയാ? ഡിവൈഡഡ് ബൈ 80 × 100 ചെയ്യാം, അല്ലെങ്കിൽ ×100/80 ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,15,000. സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് കേട്ടോ തരാറുള്ളത്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ ഇത്ര % ആണെന്ന് പറഞ്ഞിട്ടാണ് തരാറ്. ചിലപ്പോൾ ഡയറക്റ്റും തരാം. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇതാണ് വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 4,000 ആണ്. അപ്പോൾ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് എടുത്തെഴുതാം അല്ലേ. അപ്പോൾ രണ്ടും കൂടി എടുത്തെഴുതുമ്പോഴാണ് ഏത് കിട്ടുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ്? രണ്ടും കൂടി കൂടിയതാണ് ഏതെന്ന് പറയുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അതിനുശേഷം മെറ്റീരിയൽ ഓൺ ഹാൻഡ്
ഹാൻഡ് അല്ലെങ്കിൽ ഇൻ ഹാൻഡ് എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മെറ്റീരിയൽ റിട്ടേൺഡ്, മെറ്റീരിയൽ ലൈയിങ് അറ്റ് സൈറ്റ്, മെറ്റീരിയൽ ഓൺ ഹാൻഡ്. ഇതൊക്കെ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? എടുത്തെഴുതി. അതാണ് ഏതെന്ന് പറയുന്നത്? 4500 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്, കണ്ട, ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ് വാസ് റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാണ്? 4500 ആണ്. ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങോട്ട് എടുത്തെഴുതിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങോട്ട് എടുത്തെഴുതി. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റഡ് സൈറ്റ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പ്ലാന്റഡ് സൈറ്റ് എടുത്ത് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 12,000 ഫുൾ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 12,000 എഴുതി. ദെൻ അതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈ 12,000ൻ്റെ 10% ആണ് ഇതെന്ന് പറയുന്നത് 1,200. ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം അല്ലേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ 2 ഡേറ്റുകൾ എന്ന് പറയുന്നത്, എക്സ്പെൻഡിച്ചർ തന്നിട്ടുള്ളത് ഏതാണ്? 31 ഡിസംബർ 2025 ആണ്. കോൺട്രാക്റ്റ് കമൻസ് ചെയ്യുന്നത് എന്നാണ്? ജാനുവരി 2025 ആണ്. അപ്പോൾ നമുക്ക് നോ കൺഫ്യൂഷൻ. എന്താണ്? കറക്റ്റ് 12 മന്ത് അതിനകത്ത് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മുടെ മാസത്തിലോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള മാസത്തിലോട്ട് നമ്മളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എമൗണ്ട് എടുത്തു, ലെസ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ഫിഗർ നമ്മൾ എന്ത് ചെയ്തു? ഔട്ടർ കോളത്തിൽ എഴുതി വെച്ചു അല്ലേ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സംഭവം നമ്മൾ ജസ്റ്റ് ടോട്ടൽ ചെയ്യാണ്. അതായത് നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 സൈഡും നമ്മൾ ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? നോഷണൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതി? നോഷണൽ പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ ബാലൻസ് ഫിഗർ എന്ന് പറഞ്ഞ് നമ്മൾ 18,600 എഴുതി. ഇനിയാണ് നമ്മളുടെ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോർഷൻ ചെയ്യേണ്ടത് അല്ലേ. നോഷണൽ പ്രോഫിറ്റ് അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ത്? നോഷണൽ പ്രോഫിറ്റ്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? കാണിക്കാൻ. ഇത് ടോട്ടൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കാണിക്കുക. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. ഇനി നമുക്ക് കിട്ടിയ നോഷണൽ പ്രോഫിറ്റ് എത്രയാണ്? 18,600 ആണ്. ഇനി അപ്പോൾ ആ നോഷണൽ പ്രോഫിറ്റ് ഇക്വേഷൻ ഓർത്ത് പഠിക്കണം. അപ്പോൾ എന്താണ്? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു. ഇനി ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത് അല്ലേ. ഇത് 2 വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ നടത്തുന്നത്. 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കോൺട്രാക്റ്റ് പ്രൈസും രണ്ടാമത്തെ വർക്ക് സർട്ടിഫൈഡ് വൺ. കോൺട്രാക്റ്റ് പ്രൈസ് ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 4 lakh ആണ് അല്ലേ. ഇനി വർക്ക് സർട്ടിഫൈഡ് നമുക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും? നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്? 2,15,000 ആണ് അല്ലേ. അപ്പോൾ 4 lakh കോൺട്രാക്റ്റ് വാല്യൂ ആണ്. ദെൻ അതിനകത്ത് എത്ര പോർഷൻ വർക്ക് സർട്ടിഫൈഡ് ആണ്? 2,19,000 ആണ് ഏതെന്ന് പറയുന്നത്? വർക്ക് സർട്ടിഫൈഡ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക? കമ്പാരിസൺ നടത്തി നോക്കുക അല്ലേ. ഈ 4 lakhൻ്റെ 50% ഇതെന്ന് പറയുന്നത് 2 lakh എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 50%-ലധികം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്രൈറ്റീരിയയാണ് എടുക്കേണ്ടത്. അതായത് എന്താണ്? ഇഫ് ദ വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് 1/2 ഓർ മോർ ദാൻ 1/2 ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ആണ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 2/3 ആണ് ഇവിടെ എടുത്തത് അല്ലേ. 2/3 ഇൻറ്റു എന്തൊക്കെയായിരുന്നു? നമ്മളുടെ ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അല്ലേ. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1,72,000 ആണ്. അത് ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. 1,72,000 ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് റിസീവ്ഡ്. കണ്ട എന്താണ്? ക്യാഷ് റിസീവ്ഡ് 1,72,000. അതെന്ന് പറയുന്നത് എത്രയാണ്? 80% ആണ് അല്ലേ.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം, ഇൻറ്റു 80/100 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 1,72,000 ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും അല്ലേ. ഇനി ഇതിൻ്റെ ബാലൻസ് ആണ്, അതായത് 18,600 രൂപയിൽ നിന്ന് ഇത്രയും പോർഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് നമ്മൾ എവിടെ തന്നെയാണ് വെക്കുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ ബേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മളിതിപ്പോൾ പറഞ്ഞത് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ എങ്ങനെയൊക്കെയാണ് കാണിക്കുക എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് സർട്ടിഫൈഡ് എന്നും വർക്ക് അൺസർട്ടിഫൈഡ് എന്നും പറഞ്ഞെഴുതുന്നു പറഞ്ഞു. ഇനി ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ എവിടെയൊക്കെ കാണിക്കുന്നുണ്ട് അറിയോ, ബാലൻസ് ഷീറ്റിലും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ക്രെഡിറ്റ് ആണല്ലോ ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടായിരിക്കുക, കോൺട്രാക്റ്റ് അക്കൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്നായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ അപ്പോൾ ഇതിന് എന്തായിരിക്കും ഉണ്ടാവുക, ഡെബിറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടലാണ് കേട്ടോ എഴുതേണ്ടത്. കണ്ടോ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടിയതാണ് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി അല്ലേ. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ എന്തായിട്ട് വെച്ചിട്ടുണ്ട്, റിസർവായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. റിസർവായി വെച്ചത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിച്ച് ബാക്കിയാണ് നമ്മളെവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് എന്ത് കാണിച്ചിട്ടുള്ളത്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ്. ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ്. അപ്പോൾ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. എൻട്രി എന്തായിരിക്കും ഉണ്ടാവുക, കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ നമ്മൾ എന്തെഴുതി, റിസർവ് എമൗണ്ട്. എത്ര റിസർവ് എമൗണ്ട് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 8,680. അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബാലൻസ് കിട്ടി. ടോട്ടൽ എത്രയാണ്, 2,19,000 ആണ്. രണ്ട് സൈഡിലും ടോട്ടൽ ഒരേപോലെ എഴുതി. ബാലൻസ് ഫിഗർ നമ്മൾ എന്ത് ചെയ്തു, 2,10,320 ആണ് ഇനി എവിടെയുള്ളത്, നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിനകത്ത് ഉള്ളത്. ഇനി നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. എങ്ങനെയാണ് കാണിക്കുക, നമ്മൾ ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ വർക്ക് ഈസ് പ്രോഗ്രസ്സിങ് ആണല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് അതെന്താണ്, ഒരു അസറ്റാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ അവിടെ കിട്ടിയ ബാലൻസ് എടുത്തെഴുതുക അല്ലേ. ഇനി അഥവാ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, ഈ 2,19,000 ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക, ഈ 8,680 നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൈനസ് ചെയ്യുക അല്ല. ജസ്റ്റ് മൈനസ് ചെയ്ത് കണ്ടോ, ബാലൻസ് ഷീറ്റ് ഇതില്ലാത്ത കേസിലുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് 2,19,000 നിന്ന് 8,680 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എത്ര തന്നെയാണ്, ഈ ഫിഗർ തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് അക്കൗണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതും ഒരേ ഫിഗർ ആണല്ലോ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്യണം. കാരണം ഇത്രയും വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതിന് നമ്മൾ പേയ്മെൻറ്റും മേടിച്ചു അല്ലേ. അത് വീണ്ടും അസറ്റാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, മേടിച്ച ക്യാഷ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തു അല്ലേ. ഇനി കിട്ടാനുള്ളത് എത്രയാണ്, 38,320 ആണ്. ദെൻ അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ തിരിച്ച് കിട്ടിയ മെറ്റീരിയൽ അല്ലേ, അതും നമ്മളുടെ അസറ്റാണല്ലോ, അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കാണിക്കും. ദെൻ അതേപോലെ തന്നെ പ്ലാന്റ് അറ്റ് സൈറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ വാല്യൂ ആണ് കേട്ടോ എഴുതാൻ പറ്റുള്ളൂ. അതായത് സൈറ്റിലോട്ട് കൊടുത്തു എന്നിട്ട് തിരിച്ചു വന്ന ഫാക്ടറി, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റീസ് അക്കൗണ്ട് ഉണ്ട് അല്ലേ. രണ്ട്
രണ്ട് വ്യൂ പോയിന്റിലാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. കോൺട്രാക്ടറുടെ വ്യൂ പോയിന്റും ഉണ്ട്, കോൺട്രാക്റ്റിയുടെ വ്യൂ പോയിന്റും ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് അക്കൗണ്ടാണ് ഏതൊക്കെ, കോൺട്രാക്റ്റ് അക്കൗണ്ടും കോൺട്രാക്റ്റീസ് അക്കൗണ്ടുമാണ് അല്ലേ. ഇനി കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏത്, കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, അപ്പോൾ കിട്ടും അല്ലേ. അപ്പോൾ നമ്മളുടെ കോൺട്രാക്ടർ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്റ്റീസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയുള്ളതാണ്, നോമിനൽ അക്കൗണ്ട് ആണെന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ ആരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക അറിയോ, കോൺട്രാക്ടറും കോൺട്രാക്റ്റും തമ്മിലുള്ള ആ ഒരു ക്യാഷ് ഫ്ലോ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ. അതായത് കോൺട്രാക്റ്റീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് തരുന്ന ക്യാഷാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, റെക്കോർഡ് ചെയ്യാനുള്ളൂ അല്ലേ. അതായത് കോൺട്രാക്റ്റ് ആർക്ക് കൊടുക്കുന്ന പൈസ, കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന പൈസ. പക്ഷെ നമ്മൾ ആരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കണം, ഇതാരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അയാളുടെ വ്യൂ പോയിന്റിലാണ് ചിന്തിക്കേണ്ടത്. കോൺട്രാക്റ്റീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരിക്കലും ആരായില്ല, കോൺട്രാക്റ്റ് ചെയ്യാവില്ല, ആരായിരിക്കും, കോൺട്രാക്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റ് പൈസ കൊടുത്തു അല്ലേ. പൈസ കൊടുക്കുമ്പോൾ കോൺട്രാക്ടർക്ക് എന്ത് കിട്ടുകയാണ്, ക്യാഷ് കിട്ടുകയാണ് അല്ലേ. ക്യാഷ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, ക്യാഷിൻ്റെ ഡെബിറ്റ് ആണല്ലോ ചെയ്യുക. അപ്പോൾ എന്താ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ ടു, ആരാ തരുന്നത്, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. എന്താണ്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ആണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. ആരാ തരുന്നത്, കോൺട്രാക്റ്റീ ആണ്. അപ്പോൾ കോൺട്രാക്റ്റീനെ നമ്മൾ എന്താ ചെയ്തത്, ക്രെഡിറ്റ് ആണ് ചെയ്തത്. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കിട്ടിയ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ഇതിനകത്ത് പിന്നെ വരുന്നത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ എൻട്രി വരിക അല്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു എൻട്രിയാണ് നമുക്ക് വരുള്ളൂ. ഇനി കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദി ഡെബിറ്റഡ് അല്ലേ. കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈസ് ഡെബിറ്റഡ് ആൻഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി ഫുൾ കോൺട്രാക്റ്റ് പ്രൈസ് അല്ലേ. കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴും ക്രെഡിറ്റ് ചെയ്യും. ഏത് എമൗണ്ട് വെച്ചിട്ടാണ്, കോൺട്രാക്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ ഫർദർ ആയിട്ടുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ നമുക്കിനി പറയാനുള്ളത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഏതെന്ന് പറയുന്നത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓർ സ്റ്റോഴ്സ് എന്നും പറയും. ആൻഡ് പ്ലാന്റ് റിട്ടേൺഡ് അല്ലേ. എങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം റിട്ടേൺ ആണ് അല്ലേ. ആദ്യം ഈ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടെ എഴുതിയിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ പ്ലാന്റും നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടെ എഴുതിയിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, തിരിച്ച് ബാലൻസ് വരികയാണ് അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇതിനൊക്കെ ഡെബിറ്റാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇഷ്യൂഡ് ടു ദ കോൺട്രാക്റ്റ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കൊടുക്കുമ്പോൾ ചെയ്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്, നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. കൊടുക്കുമ്പോൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് അല്ലേ. ഇനി മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു, ഓർ സ്റ്റോഴ്സ് റിട്ടേൺഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി പ്ലാന്റ് റിട്ടേൺഡ് ടു ദ സ്റ്റോഴ്സ് ഫ്രം ദ സൈറ്റ് അല്ലേ. പ്ലാന്റ് എന്ത് ചെയ്യാണ്, റിട്ടേൺ ചെയ്യാണ്. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പ്ലാന്റ് കുറേ യൂസ് ചെയ്തിട്ടുണ്ടാവും എവിടെ, ഫാക്ടറിയിൽ അല്ലേ. ഫാക്ടറി അല്ല, സൈറ്റിനകത്ത്, കോൺട്രാക്ട് സൈറ്റാണല്ലോ നടക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, കോസ്റ്റിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. മെറ്റീരിയലിൻ്റെ കേസിൽ കുഴപ്പമില്ല, മെറ്റീരിയൽ ജസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. പക്ഷേ പ്ലാന്റിൻ്റെ കേസാണെങ്കിൽ, പ്ലാന്റ് റിട്ടേൺഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനാണ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത് കേട്ടോ. കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത് മെറ്റീരിയൽ ഓർ സ്റ്റോഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് റിട്ടേൺഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പ്ലാന്റിൻ്റെ കേസിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷനാണ്. ഇനി ലോസ് ഓഫ് മെറ്റീരിയൽ ഓർ പ്ലാന്റ് ആണ് അല്ലേ. അതാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാന്റ് എന്തായി, നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും നമ്മൾ എന്തുതന്നെയാണ് കാണിക്കേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റഡ് ആണ് നമ്മൾ എന്ത്
ചെയ്യേണ്ടത്, കാണിക്കേണ്ടത് അല്ലേ? കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. നമ്മൾ സൈറ്റിലേക്ക് കൊടുത്ത സാധനങ്ങൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി അല്ലേ? ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്താ കാണിക്കേണ്ടത്? നഷ്ടപ്പെട്ടു പോയത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ മെറ്റീരിയൽ ലോസ്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ദെൻ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. പിന്നെ അതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി വരുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് മെറ്റീരിയലാണ്. നമ്മൾ കോൺട്രാക്റ്റിലേക്ക് കൊടുത്ത ഒരു സാധനം അൺസ്യൂട്ടബിൾ ആണെന്ന് കാണുന്ന സമയത്ത് അതെന്ത് ചെയ്യാണ്? ഇറ്റ് വിൽ ബി സോൾഡ് ഔട്ട് അല്ലേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ ലാഭത്തിന് വിൽക്കും അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? നഷ്ടത്തിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക. ഈ 2 സിറ്റുവേഷനും നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ കിട്ടാം. അപ്പോൾ ഇഫ് ദ സെയിൽ പ്രൊസീഡ്സ് ആർ ക്രെഡിറ്റഡ് ഇൻ ദി കോൺട്രാക്റ്റ് അക്കൗണ്ട് അല്ലേ? എങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ചെയ്യുന്നത് പ്രോഫിറ്റിലാണെങ്കിൽ, അതായത് 5000 രൂപയുടെ സാധനം വിൽക്കുന്നത് 6000 രൂപക്കാണെങ്കിൽ അവിടെ എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സെയിൽ പ്രൊസീഡ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും അല്ലേ? ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്? സെയിൽ പ്രൊസീഡ് ക്രെഡിറ്റിലും പ്രോഫിറ്റ് മാത്രം നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും അല്ലേ? ഇതിൻ്റെ ലോജിക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് എവിടെയാണ് എഴുതാറുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാറുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ അല്ലേ? അപ്പോൾ എൻട്രി എന്തായിരിക്കും ഉണ്ടാവുക? കോൺട്രാക്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് വാല്യൂ. ഇനി ലോസാണ് വരുന്നതെങ്കിൽ അല്ലേ? സെയിൽ നടത്തുമ്പോൾ എങ്ങനെയാണ്? ലോസിനാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, രണ്ടും എവിടെ എടുത്ത് എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് എഴുതുക. അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടി പറയാം. മെറ്റീരിയൽസ് റിട്ടേൺ ചെയ്യുന്ന സാഹചര്യത്തിൽ എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റിൽ. ദെൻ അതേപോലെ തന്നെ പ്ലാന്റ് റിട്ടേൺ ചെയ്യുന്ന സാഹചര്യത്തിൽ എവിടെയാണ്? ക്രെഡിറ്റിൽ. അവിടെ എങ്ങനെയാണ്? കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആണ്. അത് ഓർത്ത് വയ്ക്കണം. ഇനി മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഓർ പ്ലാന്റ് ലോസായി അല്ലേ? ലോസ്റ്റ് അല്ലേ? ഡെസ്ട്രോയിഡ് അല്ലെങ്കിൽ ലോസ്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൽ. ഇനി സെയിൽ ഓഫ് മെറ്റീരിയലിൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ്? 2 സിറ്റുവേഷനാണ് വരിക. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റിനാണെങ്കിൽ എങ്ങനെയാണ്? സെയിൽ വാല്യൂ ക്രെഡിറ്റിൽ, പ്രോഫിറ്റ് എവിടെയാണ് എഴുതേണ്ടത്? ഡെബിറ്റിൽ. ഇനി ലോസിനാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? സെയിൽ വാല്യൂവും ദെൻ അതേപോലെ തന്നെ ലോസും നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ എക്സ്പെൻസസും ഡെബിറ്റിൽ എഴുതുക. ദെൻ അതേപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അങ്ങനെയുള്ള സാധനങ്ങൾ ക്രെഡിറ്റിൽ എഴുതുക. നോഷണൽ പ്രോഫിറ്റിൻ്റെ അലോക്കേഷൻ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ അതേപോലെ ഇനി നമുക്ക് എല്ലാം കൂടി വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചു നോക്കണം അല്ലേ? കോൺട്രാക്റ്റ് കമൻസ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. കോൺട്രാക്റ്റ് കമൻസ് ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. 1 ഏപ്രിലാണ്. ദെൻ എക്സ്പെൻസസ് ഏതുവരെ ഉള്ളത് തന്നിട്ടുണ്ട്? 31 ഡിസംബർ. അപ്പോൾ 1 ഏപ്രിൽ ടു 31 ഡിസംബർ അക്കൗണ്ടിങ് ഇയർ കംപ്ലീറ്റ് ആവുന്നില്ല, 9 മാസമേ വരുന്നുള്ളൂ എന്ന് ഇവിടെ മനസ്സിലാക്കണം. ഇനി എക്സ്പെൻസസ് ആണ് തരുന്നത്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത്, വേജസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, പ്ലാന്റ് പർച്ചേസ് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്? സൂപ്പർവൈസേഴ്സ് മന്ത്ലി സാലറി 1200 ആണ്. അതിൽ ഹാഫ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. പ്ലാന്റ് 5000 ആക്സിഡൻ്റലി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ വേറൊരു പ്ലാന്റ് കോസ്റ്റ് 10,000 എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ
പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. എന്താണ്, സർട്ടൈൻ മെറ്റീരിയൽസ് 5000 എന്താണ് അൺസ്യൂട്ടഡ് ആയി കണ്ടു, അതെന്ത് ചെയ്തു, വിറ്റു. എത്ര രൂപയുടെയാണ്, 5000-ൻ്റെ 6000-ന് വിറ്റു. അപ്പോൾ അതെന്താണ്, പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. പിന്നെ വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട് 24,000, മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 ഇൻ ഹാൻഡ് ആണ്. ദെൻ അപ്പോൾ അതെവിടെ എഴുതണം, ക്രെഡിറ്റിൽ എഴുതണം. ഇനി കോൺട്രാക്റ്റ് പ്രൈസ് 15 ലക്ഷമാണ്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് എമൗണ്ട് ടു 8 lakh ആണ്. ഇതെന്ന് പറയുന്നത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയ പോലെ. ഇനി ഡിപ്രീസിയേഷൻ 20% ആണ് പ്ലാന്റിന്. ഇതെല്ലാം തന്നിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് അക്കൗണ്ട്, അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ആണ് ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐറ്റംസ് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക, എക്സ്പെൻസസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2-3 എക്സ്പെൻസ് ഒരുമിച്ച് എടുത്തിട്ട് അപ്പുറത്ത് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്, വേജസ് എക്സ്പെൻസ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. ഇനി പ്ലാന്റ് പർച്ചേസ്ഡ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്, ഡെബിറ്റിലാണ് എഴുതാൻ പോകുന്നത്. ഈ 4 എണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം കൊണ്ടുവന്നിട്ട് ഡെബിറ്റ് സൈഡിൽ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് നമ്മൾ എടുത്തെഴുതും അല്ലേ. അതായത് ഈ 4 ഫിഗേഴ്സും നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് എടുത്തെഴുതി എക്സ്പെൻസ് ആണ്. ഇവിടെ നമുക്ക് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷനും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരാൻ പോകുന്നില്ല അല്ലേ. പ്ലാന്റ് പർച്ചേസ് എഴുതി, ദെൻ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എഴുതി, ദെൻ അതേപോലെ ഈ ഫിഗേഴ്സ് എഴുതി. ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു സൂപ്പർവൈസർ അല്ലേ, അയാളുടെ മന്ത്ലി സാലറി 1200 ആണ്. ഇത് ഹാഫ് ടൈം അല്ലേ, ഹാഫ് ഓഫ് ഹിസ് ടൈം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചാർജ് ചെയ്തിട്ടുള്ളത്, ഈ കോൺട്രാക്റ്റിലേക്കാണ് ഇയാൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ സാലറിയുടെ പകുതിയല്ലേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ, മുഴുവൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൂപ്പർവൈസർ സാലറി എന്ന് എഴുതി വെച്ചു അല്ലേ. സൂപ്പർവൈസറുടെ സാലറി എത്രയാണ്, മന്ത്ലി 1200 ആണ്. ഇനി അതിൻ്റെ പകുതിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ഫുൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ എന്താണ്, ഇൻറ്റു 1/2 ഇൻറ്റു 9. നമ്മൾ പറഞ്ഞു 9 മാസത്തേക്കാണ് ഈ കോൺട്രാക്റ്റ് വരുന്നുള്ളൂ. ഏത് മുതൽ ഏത് വരെയാണ്, ഫസ്റ്റ് 1/4/2025 മുതൽ ഏത് വരെയാണ്, 31/12/2025 വരെ അല്ലേ. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാണ് അല്ലേ. ഏപ്രിൽ ഒരു മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ എത്ര മാസത്തേക്കാണ്, ഇൻറ്റു 9 മാസത്തേക്ക് നമ്മൾ എടുത്തു അല്ലേ. അപ്പോൾ ഫിഗർ എത്ര വരുന്നത്, ഇൻറ്റു ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും, 5400 വരും. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും എങ്ങോട്ട് പോവുകയാണ്, ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് കേട്ടോ. വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് വന്ന് നമ്മൾ ബാക്കി വായിക്കുകയാണ്. എന്തൊക്കെയാണ്, കോൺട്രാക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പ്ലാന്റ് 5000 കോസ്റ്റ് വിലയുള്ള പ്ലാന്റ് ആക്സിഡൻ്റലി എവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സൈറ്റിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ് ലോസ്റ്റ് ആണെങ്കിൽ അല്ലേ, എവിടെയാണ് എഴുതേണ്ടത്, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ നേരെ വന്നു, എവിടെയാണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഓടിപ്പോയിട്ട് എഴുതാൻ പറ്റില്ല. ഇവിടെ എന്തെഴുതണം, വർക്ക് ഇൻ പ്രോഗ്രസ് ആദ്യം എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി. ഇനി വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും എഴുതണം. ഇനി വർക്ക് സർട്ടിഫൈഡ് എഴുതണമെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞല്ലോ, ഏതിൻ്റെ ബേസിലാണ് നമുക്ക് തരുന്നത്, വർക്ക് സർട്ടിഫൈഡ് ക്യാഷ് റിസീവഡിനെയാണ് നമുക്ക് ഹിൻ്റായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ എന്ത് തന്നെയാണ്, 8 lakh എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് റിസീവഡ്. അത് 80% ഏതിൻ്റെ, വർക്ക് സർട്ടിഫൈഡിൻ്റെ. വർക്ക് സർട്ടിഫൈഡിൻ്റെ 80%, 8 ലക്ഷം ആണെങ്കിൽ 100% നമുക്ക് കണ്ടുകൂടെ. എങ്ങനെയാണ്, 8 lakh ഡിവൈഡഡ് ബൈ 80 × 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 10 ലക്ഷം കിട്ടും അല്ലേ. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്, 24,000. അപ്പോൾ സിമ്പിളാണ്, വർക്ക് അൺസർട്ടിഫൈഡ് എടുത്ത് എഴുതി, നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എമൗണ്ട് കോളത്തിലോട്ട് എഴുതി. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ഇനി എന്താ എഴുതാൻ പോകുന്നത്, നമ്മൾ കണ്ടുപിടിച്ച പ്ലാന്റ് ലോസ്റ്റ് അല്ലേ. പ്ലാന്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ നമ്മൾ എന്തെഴുതണം, പ്ലാന്റ് ലോസ്റ്റ് എന്ന് എഴുതണം. എത്രയാണ് എമൗണ്ട്, 5000 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര നമ്മൾ എഴുതി, 5000 എഴുതി. ദെൻ അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യനിലോട്ട് വരികയാണ് അല്ലേ. ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് പിന്നെ പറയുന്നത്, എന്താണ്, പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹1000 വാസ് റിട്ടേൺഡ് ടു ദ സ്റ്റോർ.
സ്റ്റോഴ്സ് അല്ലേ, എന്താണ് 10,000 രൂപ വിലയുള്ള ഒരു പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോഴ്സിലോട്ട് റിട്ടേൺ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കൊടുത്ത സാധനം തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ എവിടെ എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എന്തും കൂടിയും കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തത് എഴുതി എന്ത്, പ്ലാന്റ് റിട്ടേൺഡ് 10,000 ആണ്. ഇനി ഡിപ്രീസിയേഷൻ എഴുതണം നമ്മൾ, എത്രയാണ്, ലെസ് ഡിപ്രീസിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 20% ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ഡിപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും, 10,000 ഇൻറ്റു 20/100 ഇൻറ്റു ഫുള്ള് മന്ത് ഇല്ലല്ലോ, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്, ഏപ്രിൽ മുതൽ ഏത് വരെയുള്ളൂ, ഡിസംബർ വരെയുള്ളൂ, ഇൻറ്റു 9/12 ചെയ്യും അല്ലേ. അപ്പോൾ ഇൻറ്റു 9/12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,500 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 1,500 മൈനസ് ചെയ്തു, എന്നിട്ട് ബാക്കി എമൗണ്ട് ഇങ്ങോട്ട് എഴുതി. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇനി പിന്നെ ബാക്കി ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നോക്കുക അല്ലേ. സർട്ടൈൻ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് ₹5,000 വിച്ച് വേർ ഫൗണ്ട് അൺസ്യൂട്ടഡ് ഫോർ ദി കോൺട്രാക്ട് അല്ലേ. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി അങ്ങോട്ട് എഴുതിയാൽ പിന്നെ അത് വിടില്ല. ഏതാ പ്ലാന്റിൻ്റെ ബാക്കി കാര്യം, ഇവിടെ ഡെബിറ്റിൽ നമ്മൾ പ്ലാന്റ് ഇഷ്യൂഡ് എഴുതിയിട്ടുണ്ട്, എത്രയാണ്, 40,000. ഇനി ഇതിനെ ഇവിടെ നമ്മൾ ക്രെഡിറ്റിൽ എഴുതണം, എന്ത്, കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് അത് അങ്ങോട്ട് എഴുതിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ പ്ലാന്റ് അറ്റ് സൈറ്റ് നമ്മൾ എത്രയാണ്, 25,000 എഴുതിയിട്ടുള്ളൂ അല്ലേ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുത്തത് പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത് എത്രയാണ്, 40,000 നമ്മൾ എന്ത് ചെയ്തു, സൈറ്റിലോട്ട് കൊടുത്തു അല്ലേ. ഈ സൈറ്റിലോട്ട് കൊടുത്തതിൽ നിന്ന് 5,000 രൂപയുടെ അല്ലേ, 5,000 രൂപയുടെ ആണല്ലോ നഷ്ടപ്പെട്ടിട്ടുള്ളത്, 5,000 അല്ല, പ്ലാന്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 10,000 അല്ലേ. നഷ്ടപ്പെട്ടത് വീണ്ടും നമുക്ക് പിന്നെ അക്കൗണ്ടിൽ എഴുതാൻ കിട്ടുമോ, ഇല്ല. 10,000 മൈനസ് ചെയ്തു, ബാക്കി എത്രയുണ്ട്, 30,000 ഉണ്ട് അല്ലേ. ഇനി ഇതിന്ന് വീണ്ടും നമുക്ക് ഒരു റിട്ടേൺ ആദ്യം വന്നിട്ടുണ്ട് അല്ലേ, അതായത് പ്ലാന്റ് റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഐറ്റം വന്നിട്ടുണ്ട്, എത്രയാണ്, 5,000 വന്നിട്ടുണ്ട് അല്ലേ. പ്ലാന്റ് റിട്ടേൺഡ് എത്രയാണ്, 5,000 വന്നിട്ടുണ്ട്. നമ്മളിവിടെ ലോസ്റ്റും എഴുതിയിട്ടുണ്ട്, ദെൻ അതേപോലെ തന്നെ പ്ലാന്റ് റിട്ടേൺഡും ഉണ്ട് കേട്ടോ. ഇത് ലോസ്റ്റാണ് 5,000, റിട്ടേൺഡ് എത്രയാണ്, 10,000 ആണ് അല്ലേ. അപ്പോൾ പ്ലാന്റ് റിട്ടേൺഡ് എന്ന് പറയുന്നത്, ഞാൻ തിരിച്ചു പറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഓർക്കുക, പ്ലാന്റ് റിട്ടേൺഡ് ആണ്, ഇത് റിട്ടേൺ ആണ് ഏതെന്ന് പറയുന്നത് 10,000 അല്ലേ. അപ്പോൾ റിട്ടേൺ ചെയ്തത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മൈനസ് ചെയ്തു. ഇനി നഷ്ടപ്പെട്ടത് എത്രയാണ്, 5,000 ആണ്. ഇതൊന്നും ഇനി കിട്ടില്ലല്ലോ, തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ എത്ര ഇനി കിട്ടുള്ളൂ, 25,000 അല്ലേ. ഇനി ബാക്കി കയ്യിലുള്ള പ്ലാന്റ് എത്ര വിലയുള്ളൂ, 25,000 ഉള്ളൂ. ഇതെന്താണ്, റിട്ടേൺ വന്നു, ഇത് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു, ഇനി വീണ്ടും ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഡിപ്രീസിയേഷനും നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നഷ്ടപ്പെട്ടതിൻ്റെ ഡിപ്രീസിയേഷൻ അല്ല, ഫുൾ വാല്യൂ ആണ് നമ്മൾ കളഞ്ഞത്. അപ്പോൾ ഇനിയുള്ള കയ്യിലുള്ള പ്ലാന്റിൻ്റെ വില എത്രയേ ഉള്ളൂ, 25,000 ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നർ കോളത്തിൽ 25,000 എഴുതി. ഇതിൻ്റെയും നമ്മൾ എന്ത് കളയണം, ഡിപ്രീസിയേഷൻ കളയണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ ചെയ്ത അതേപോലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് 25,000 ഇൻറ്റു 20% ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 9/12. ഇത് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എത്ര കിട്ടും, 3,750 കിട്ടും. മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു, എത്രയാണ്, 21,250. ഇനി അതിന് ശേഷം അപ്പോൾ ഇതിങ്ങനെ എഴുതിയപ്പോൾ എന്താണ്, പ്ലാന്റിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു, നമ്മൾ വിട്ടുപോകില്ല. ഇനി അടുത്തത് പറയുന്നത് സർട്ടൈൻ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് ₹5,000 എന്താണ്, അൺസ്യൂട്ടബിൾ ആയിട്ട് തോന്നി ഏതിന്, നമ്മുടെ കോൺട്രാക്റ്റിന്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യാണ്, വിൽക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കണം, വിൽക്കാൻ പോവാണ്, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, 5,000 വാല്യൂ ഉള്ള സാധനം നമ്മൾ വിൽക്കുന്നത് എത്രയ്ക്കാണ്, 6,000-നാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്, സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ സെയിൽസ് ക്രെഡിറ്റിലും പ്രോഫിറ്റ് എവിടെ എഴുതണം, ഡെബിറ്റിലും എഴുതണം. അപ്പോൾ നമ്മൾ നേരെ ഓടി വന്നിട്ട് എവിടെ എടുക്കുക, നമ്മളുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് മെറ്റീരിയൽ സെയിൽ ബ്രാക്കറ്റിൽ സെയിൽ എഴുതുക. എന്നിട്ട് എങ്ങനെയാണ്, ഫുൾ വാല്യൂ ആണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത്.
ഫുൾ വാല്യൂ ആണ് നമ്മൾ എവിടെ എഴുതേണ്ടത്, ക്രെഡിറ്റിൽ എഴുതേണ്ടത്. 6000 സെയിൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റിൽ എഴുതി. എന്നിട്ട് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ, പ്രോഫിറ്റ് ആണ് 1000. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് എഴുതുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് അല്ലേ. ബ്രാക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയും. എന്നിട്ട് എത്ര എഴുതുക, 1000 എഴുതുക. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ നോക്കൂ. ഇനി നമ്മൾ ഈ സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും എടുത്തതാണ് അല്ലേ. ദെൻ അതേപോലെ തന്നെ എടുത്തു. ഇനി മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 വേർ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളുടെ കയ്യിൽ എത്ര രൂപയുടെ മെറ്റീരിയൽ തിരിച്ചു വന്നിട്ടുണ്ട്, 31,000 വന്നിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് എഴുതും, മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് 31,000 എഴുതി അല്ലേ. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് പ്രൈസും പിന്നെ ബാക്കി കാര്യങ്ങളാണ് പിന്നെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇത് ടോട്ടൽ ചെയ്യുന്നു, ഡെബിറ്റും ക്രെഡിറ്റും നോക്കുന്നു. ക്രെഡിറ്റ് കൂടുതലാണോ എന്ന് നോക്കും, ക്രെഡിറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോഷണൽ പ്രോഫിറ്റ് കിട്ടും. നോഷണൽ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്, 3 lakh കിട്ടിയത്. ഇനി അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒന്ന് ടോട്ടൽ ചെയ്തതിന് ശേഷം താഴെ അതിനെ ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇനി ഈ ബ്രോ ഡൗൺ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ ചെയ്യാൻ പോവാണ്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കുറച്ച് പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാക്കി വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇടുകയാണ് അല്ലേ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത്, നമ്മളുടെ വർക്ക് നമ്മളുടെ കോൺട്രാക്റ്റ് പ്രൈസും ദെൻ അതേപോലെ തന്നെ വർക്ക് സർട്ടിഫൈഡും ആണല്ലോ നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത്. കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ, 15 ലക്ഷമാണ് അല്ലേ. കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ്, 15 lakh ആണ് ഏതെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് പ്രൈസ്. ഇനി വർക്ക് സർട്ടിഫൈഡ് നമുക്കറിയാലോ, എത്രയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്, 10 ലക്ഷമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പാരിസൺ നടത്തുകയാണ്. അതായത് 15 ലക്ഷം രൂപ വാല്യൂ ഉള്ള കോൺട്രാക്റ്റിന് 10 ലക്ഷം പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, 50% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയേ വരുള്ളൂ, 7,50,000 വരുള്ളൂ. അപ്പോൾ അതിലധികം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ റൂളാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത്, 2/3 നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അല്ലേ. ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ പെർസെൻറ്റേജ് വെച്ചിട്ടും ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മളുടെ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്, 8 lakh ആണ് അല്ലേ. ഇവിടെ നമുക്ക് 8 lakh ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, 10 lakh വെച്ചിട്ട് ചെയ്യാം. ഏറ്റവും സിമ്പിൾ എന്താ, ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടും ബാലൻസ് ഫിഗർ നമുക്ക് എവിടെ എഴുതാം, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ റിസർവിലും എഴുതാം. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി വരുന്ന പ്രോബ്ലമാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി പോർഷൻ നമ്മൾ അടുത്ത ഒരു പാർട്ട് 3 ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.